ആ വലിയ വീട്ടിൽ ആ രാജകുമാരൻ ഒറ്റയ്ക്കായിരുന്നു എന്ന് സിനിമയിൽ കേട്ടിട്ടുള്ളത് പോലെയാണ് ഉത്തര കൊറിയൻ ഭരണാധികാരി കിമ്മിന്റെ അവസ്ഥ. പക്ഷേ കക്ഷി അവിടെ ഒറ്റയ്ക്കല്ല, കൂട്ടിന് എണ്ണമറ്റ മിസൈലുകൾ ഉണ്ടെന്ന് മാത്രം. ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷങ്ങളുടെ തിരക്കിലായിരുന്നപ്പോൾ ഉത്തര കൊറിയയിലെ ആ വലിയ കൊട്ടാരത്തിലിരുന്ന് കിം തിരക്കിലായിരുന്നത് അടുത്ത മിസൈൽ എങ്ങോട്ട് തിരിച്ചു വെക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നതിലാണ്. യുദ്ധം ചെയ്യാനൊന്നും ആൾക്ക് വലിയ താല്പര്യമില്ലെങ്കിലും മിസൈലുകൾ ഉണ്ടാക്കി ഫാക്ടറികൾ നിറക്കുന്ന കാര്യത്തിൽ മാത്രം ഒരു വിട്ടുവീഴ്ചയ്ക്കും കിം തയ്യാറല്ല. അമേരിക്കയ്ക്കും ദക്ഷിണ കൊറിയയ്ക്കും ഇടയ്ക്കിടെ BP കൂട്ടുക എന്നത് കിം ഒരു ഹോബിയാക്കി മാറ്റിയിരിക്കുകയാണ്. അതിന്റെ ഒരു ഭാഗമെന്ന നിലയിൽ ഇപ്പോൾ കരവിട്ട് കടലിനടിയിലും പുതിയ പരീക്ഷണങ്ങൾക്ക് അദ്ദേഹം തുടക്കമിട്ടിരിക്കുകയാണ്. സബ്മറൈൻ ഫാക്ടറിയിൽ നേരിട്ടെത്തി കിം നൽകിയ നിർദ്ദേശങ്ങൾ കണ്ട് അന്താരാഷ്ട്ര നിരീക്ഷകർ പോലും അമ്പരന്ന് പോയി. അത്യാധുനികമായ ആണവ അന്തർവാഹിനികളും കടലിനടിയിൽ ഒളിപ്പിച്ചു വെച്ച ആക്രമണം നടത്താൻ കഴിയുന്ന രഹസ്യായുധങ്ങളുമാണ് കിമ്മിന്റെ പുതിയ ലക്ഷ്യം. സമുദ്രതട പ്രതിരോധം ശക്തമാക്കുന്നതിലൂടെ ശത്രുരാജ്യങ്ങളെ വെള്ളത്തിനടിയിൽ വെച്ച് തന്നെ വിറപ്പിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് ഉത്തര കൊറിയ. കൂടാതെ റഷ്യയുമായുള്ള കിമ്മിന്റെ സൗഹൃദ ബന്ധം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. പുടിനു വേണ്ടി പീരങ്കി ഷെല്ലുകളും ടാക്ടിക്കൽ മിസൈലുകളും ട്രെയിനിൽ കയറ്റി അയക്കുമ്പോൾ പകരമായി കിമ്മിന് ലഭിക്കുന്നത് വലിയ തോതിലുള്ള സാമ്പത്തിക സഹായങ്ങളും സാങ്കേതിക വിദ്യകളുമാണ്. യുക്രൈൻ യുദ്ധത്തിനിടയിൽ റഷ്യക്ക് കരുത്താകുന്ന ആയുധങ്ങൾ നൽകുന്നതിലൂടെ തന്റെ മിസൈൽ സാങ്കേതിക വിദ്യ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള അവസരമാണ് കിം ഉപയോഗപ്പെടുത്തുന്നത്. വരാനിരിക്കുന്ന 2026 പാർട്ടി സമ്മേളനത്തിൽ കിം തന്റെ പുതിയ മോഡേണൈസേഷൻ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കുമ്പോൾ അതിൽ അമേരിക്കയെ ലക്ഷ്യം വെച്ചുള്ള പുതിയ മിസൈലുകളുടെ വലിയൊരു പട്ടിക തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. എന്തായാലും ഉത്തര കൊറിയയിലെ ആ വലിയ വീട്ടിലെ രാജകുമാരൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി അയക്കാൻ തയ്യാറാകുന്ന ഈ പുതിയ മിസൈൽ പാർസലുകൾ എവിടെയാണ് ലാൻഡ് ചെയ്യാൻ പോകുന്നത് എന്ന് ഭീതിയോടെ നോക്കി നിൽക്കുകയാണ് ലോകരാജ്യങ്ങൾ.